ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ കുക്കറിനുള്ളിലെ കറകളൊക്കെ എങ്ങനെ സിമ്പിളായിട്ട് കറകളൊക്കെ നീക്കാം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ഒന്നാണല്ലോ കുക്കർ. ദിവസം നമ്മൾ കുറഞ്ഞത് 1-2 തവണയെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്തവർ ആയിട്ട് ആരും ഉണ്ടാവുകയില്ല. ഇത്തരത്തിലുള്ള ഉപയോഗം കാരണം തന്നെ കുക്കറിന്റെ അകത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ ചെറിയ രീതിയിലുള്ള കറകളും കളർ മാറ്റവും ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ശക്തമായിട്ട് തേച്ച് കഴുകിയാലും കുറെ നാളായിട്ടുള്ള ഈ കറകളൊക്കെ മാറിക്കിട്ടാൻ പാടായിരിക്കും. എന്നാൽ കുക്കറിനകത്തുള്ള ഈ കറകളൊക്കെ അകറ്റാൻ കുറച്ച് എളുപ്പ വഴികളുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കറകളൊക്കെ നീക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ടിപ്പിലേക്ക് പോകാം. നമ്മുടെ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കറ പിടിച്ച കുക്കറിനകത്തേക്ക് 1 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കുക്കർ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എത്ര ഭാഗത്താണ് കറകളുള്ളത് ആ ഒരു ഭാഗം വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് മണിക്കൂർ കുക്കർ അടച്ചു വെക്കാം. നമുക്കപ്പോൾ ഇത് രാത്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. രാത്രി മുഴുവൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുക്കറൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് രാത്രിയാണ് ഇങ്ങനെ ഒഴിച്ചു വെക്കുന്നത്. 1 ഗ്ലാസ് വിനാഗിരിയും പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരം വെളുത്ത് രാവിലെ ആകുമ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം. നമ്മൾ ഏത് ഡിഷ് വാഷ് ആണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് നമുക്കിത് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് കുക്കറിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ഏത് ഡിഷ് വാഷ് ലിക്വിഡ് ആണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വിമ്മാണോ അത് ഉപയോഗിച്ച് നല്ല സ്ക്രബ് കൊണ്ട് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കാം. അതുപോലെ തന്നെ ഈ കുക്കറിന്റെ അടപ്പും ഞാൻ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇത് ഉരച്ച് കഴുകിയതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാം. നമ്മുടെ കുക്കറിനകത്തുള്ള കറകളൊക്കെ നീങ്ങി നല്ല കുക്കറിന്റെ ആദ്യത്തെ ഒരു കുക്കറും ഈ ഒരു കുക്കറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. കറകളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇത് കണ്ട കുക്കറിന്റെ ഉള്ളിൽ നല്ല പോലെ വെളുത്ത് വന്നിട്ടുണ്ട്. ആ കറകളൊക്കെ നീങ്ങിയിട്ട് പുതിയതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ കുക്കർ. ഇനി അടുത്തൊരു വിദ്യ എന്ന് പറയുന്നത് ഉള്ളിത്തൊലിയാണ്. അടുക്കളയിൽ ദിവസം ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ ഒന്നാണ് ഉള്ളി. ഇതിന്റെ തൊലി കുക്കറിലും പാത്രങ്ങളിലും പിടിച്ച കറ നീക്കാൻ നല്ല ബെസ്റ്റാണ്. ഉള്ളിയുടെ തൊലി നമ്മുടെ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് നമുക്കൊരു 15 മിനിറ്റ് നേരം തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഈ ഉള്ളിത്തൊലി കളയണ്ട, നമുക്ക് ചെടിയുടെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഉള്ളിത്തൊലി. ഇനി നമുക്ക് സാധാരണ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ കുക്കർ ഒന്ന് കഴുകി കൊടുക്കാം. കുക്കറൊക്കെ നല്ലപോലെ വെളുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കറകളൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ പറ്റിപ്പിടിച്ചിരുന്ന കറകളൊക്കെ പോയിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് വൃത്തിയായി വന്നിട്ടുണ്ട്. ഇവിടുത്തെ താരം മുട്ടയുടെ തോട് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മൾ ചെടികൾക്കൊക്കെ വളമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മിക്സിയുടെ ബ്ലേഡിന്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് മൂർച്ച കൂട്ടാനും കത്രികയൊക്കെ മൂർച്ച കൂട്ടാനൊക്കെ നമ്മൾ മുട്ടയുടെ തോട് ഉപയോഗിക്കാറുണ്ട്. ഇനി മുട്ടത്തോട് ഉപയോഗിച്ച് നമുക്ക് പാത്രവും വെളുപ്പിച്ചെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയ മുട്ടത്തോടാണ്. ഞാൻ മുട്ടയൊക്കെ പൊട്ടിക്കുമ്പോൾ എടുത്ത് വച്ചേർന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുട്ടത്തോട് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്പിന്റെ വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. എന്നിട്ട് ഞാൻ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ മുട്ടത്തോട് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിന്റെ മൂർച്ചയൊക്കെ കൂടാൻ വളരെ നല്ലതാണ്. അപ്പോൾ തന്നെ അതിവിടെ മുട്ടത്തോട് പൊടിച്ചത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കരിഞ്ഞു പിടിച്ച പാത്രത്തിലേക്ക്, എൻ്റെ ഒരു കുക്കറാണ് ഇവിടെ കരിഞ്ഞു പിടിച്ചിരിക്കുന്നത്, അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുട്ടത്തോട് ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വാഷിംഗ് പൗഡർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. അതിനുശേഷം നമ്മൾ ഈ പാത്രം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. നല്ല പോലെ കുറച്ച് കഴുകിയെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ പാത്രമൊക്കെ ഇതിൻ്റെ കുക്കറിൻ്റെ അടിവശമൊക്കെ നല്ല പോലെ തിളങ്ങുന്നുണ്ട്. ഇത് കരിഞ്ഞു പിടിച്ച പാത്രമാണെന്ന് പറയുകയില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് കരിഞ്ഞു പിടിച്ച പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കാം.
അപ്പോൾ നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച മുട്ടത്തോട് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാനൊരു പാത്രത്തിലാക്കി എടുത്തു വെക്കുകയാണ്. നമുക്ക് ഇത് ഇനി ഇതേപോലെ ഒരുപാട് യൂസുകളുണ്ട് ഈ ഒരു മുട്ടത്തോട് ഉപയോഗിച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു ടിന്നിലാക്കി എടുത്തു വെക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇത് വേറൊരു പാത്രമാണ്, എൻ്റെ കരിഞ്ഞു പിടിച്ചതാണ്. അപ്പൊ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി കരിയിച്ചതൊന്നും അല്ല, നമ്മൾ ഇതിപ്പോ പല ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു പാത്രം കുക്കറിന്റെ അടിവശം നന്നായിട്ടൊന്ന് കരിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ഫുഡൊക്കെ ഞാൻ ഒന്ന് ചുരണ്ടി കളയുകയാണ്. അപ്പോൾ ഞാൻ ഇത് കരിഞ്ഞു പിടിച്ചതൊക്കെ ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞു പിടിച്ചത് എത്രയാണോ അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എൻ്റെ ഇപ്പോൾ അടിവശം മാത്രമാണ് കരിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തോളം മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡിറ്റർജന്റ് ഏതാണോ അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു സ്പൂണോളം ഡിറ്റർജന്റ് ഇട്ടെടുക്കുക. ഞാനിപ്പോൾ ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ലിക്വിഡ് ഡിറ്റർജന്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിത് ഒരു 5 മിനിറ്റ് നേരം തിളപ്പിക്കണം. ഇതൊന്ന് തിളച്ച് പൊങ്ങി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് ഇതൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം വീണ്ടും തിളപ്പിക്കുക. വീണ്ടും പൊങ്ങി വരുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലാക്കാം. അങ്ങനെ നമുക്കിതൊരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം. കരിഞ്ഞു പിടിച്ചതൊക്കെ ഇതിനകത്തുനിന്ന് ഇളകി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. തിളപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറി കഴിയുമ്പോൾ ഞാൻ ഒരു ചട്ടകം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കരിഞ്ഞു പിടിച്ചതൊക്കെ ഇതിനകത്തുനിന്ന് ഇളകി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ കരിഞ്ഞു പിടിച്ചതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നേരിട്ട് സിങ്കിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സിങ്ക് ബ്ലോക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഡിഷ് വാഷ് ഏതാണോ, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ഏതാണോ അത് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ കുക്കർ നല്ല പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. ആദ്യം ഒരു കരിഞ്ഞു പിടിച്ച പാത്രവും ഈ ഒരു പാത്രം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. എപ്പോഴെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ കരിഞ്ഞു പിടിക്കാത്ത ആളുകളൊക്കെ വളരെ ചുരുക്കമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ പാത്രങ്ങളിലും കുക്കറിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളും കരിഞ്ഞ പാടുകളും ഒക്കെ എളുപ്പം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു ടിപ്പ് വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.